ഹായ് മക്കളെ, എല്ലാവർക്കും ഏകണിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിഡോക്സ് റിയാക്ഷനിൽ ഇതുവരെ ആരും പറയാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ പാർട്ട് 1 ആദ്യം പറയും, അതിനുശേഷം നമ്മൾ പാർട്ട് 2 പറയും. പ്രത്യേകം ശ്രദ്ധിക്കുക, പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പാർട്ട് 2 കാണാൻ പാടുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അന്വേഷിച്ച് ചോദിച്ച് നമുക്ക് പോവാം. ആദ്യമായിട്ട് മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് റിഡോക്സ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. റിഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, രണ്ട് ടൈപ്പ് റിയാക്ഷൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ആളെ പേരാണ് ഓക്സിഡേഷൻ, എല്ലാവർക്കും അറിയാം അല്ലെ. അതേപോലെ തന്നെ രണ്ടാമത്തെ ആളാണ് റിഡക്ഷൻ. ഇംഗ്ലീഷ് ഓക്സിഡേഷൻ, റിഡക്ഷൻ. ഇനി ഇതിന്റെ മലയാളം ഞാനൊന്ന് പറയാം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സീകരണം, അല്ലെ, ഓക്സീകരണം. ഇനി റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരോക്സീകരണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് വിളിക്കുന്ന ഒറ്റ പേരിനെയാണ് നമ്മൾ റിഡോക്സ് എന്ന് പറയുന്നത്. ഇനിയും അറിയാത്തവരെന്ത് ചെയ്യുക, ഇതൊന്ന് പഠിച്ചു വെക്കുക. അതെങ്ങനെയാ സാറേ വന്നത്, ഒന്നുകൂടി ക്ലിയർ ആക്കൂ എന്നൊക്കെ ചോദിക്കണ്ടാവും. ഇതാ വളരെ സിമ്പിൾ ആയി മക്കളെ, റിഡക്ഷന്റെ റെഡും ഓക്സിഡേഷന്റെ ഓക്സും ഇത് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ റിഡോക്സ് എന്ന് നമുക്ക് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഓക്സിഡേഷനെയും അതേപോലെ തന്നെ റിഡക്ഷനെയും അഥവാ ഓക്സീകരണത്തിനെയും നിരോക്സീകരണത്തിനെയും ഒരുമിച്ച് കൂട്ടി പറയുന്ന പേരാണ് റിഡോക്സ്. ഇതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പിലാണ് നമുക്ക് റിഡോക്സ് എഴുതാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ടൈപ്പ് ഞാൻ പാർട്ട് 1 പറയും, പിന്നെ വരുന്ന 2 ടൈപ്പുകൾ ഞാൻ പാർട്ട് 2 പറയാം. അപ്പൊ ഏതൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് സാധാരണ എഴുതാനുണ്ടാവുക, ഗാൽവാനിക് സെല്ലില് 2 മെറ്റൽസുകൾ തരും. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സിങ്കും കോപ്പറുമാണ് അല്ലെ. എല്ലാവർക്കും അറിയാം, ഇതിൽ ആനോഡ് ആയിട്ട് വരുന്നത് സിങ്ക് ആണ്, അതേപോലെ തന്നെ കാഥോഡ് ആയിട്ട് വരുന്നത് കോപ്പറുമാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അതെന്താ സാറേ അങ്ങനെ ഒരു ചോദ്യം അല്ലെ മക്കളെ? ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത് അല്ലെ, ക്രിയാശീലത കൂടിയത് ആർക്കാണ്? സിങ്കിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആനോഡായിട്ട് എടുത്തത്. ക്രിയാശീലത അഥവാ റിയാക്ടിവിറ്റി കുറഞ്ഞ ആള് കാഥോഡുമായിട്ട് എടുക്കുന്നു. ഇതാണ് ശരിക്കും നമ്മൾ ഗാൽവാനിക് സെല്ലിൽ എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യമുണ്ട്. സിങ്കിന്റെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് +2 ആണ് കേട്ടോ. 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കാനുള്ള കഴിവാണ് ആർക്കുള്ളത്? സിങ്കിനുള്ളത്. പഠിച്ചു വെച്ചോളണം. അതേപോലെ തന്നെ കോപ്പറിന് എത്ര ഇലക്ട്രോൺസ് ആണ് വിട്ടുകൊടുക്കാനുള്ള കഴിവ്? 2 ഇലക്ട്രോൺസ് ആണ്. ഇതാദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. സിങ്കിന് 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കാനുള്ള കഴിവുണ്ട്, കോപ്പറിന് 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കാനുള്ള കഴിവുണ്ട്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ ചെയ്യാൻ പറ്റൂ. റെഡി? അങ്ങനെയാണെങ്കിൽ ആനോഡിലെ റിയാക്ഷൻ നമ്മൾ എഴുതാൻ പോവാണ്. ആനോഡ് കേട്ടോ, ആനോഡ് എന്ന് നമ്മൾ എഴുതി വെക്കുന്നു. ഇനി നമ്മൾ പതിവ് പോലെ തന്നെ സിങ്കിന് എടുക്കുന്നു. Zn gives Zn 2++2 ഇലക്ട്രോൺസ്. എല്ലാവർക്കും അറിയാം ഇത് എങ്ങനെയാ എഴുതേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് റിഡോക്സ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഏതെഴുതുന്നു മക്കളെ? കാഥോഡ് എഴുതുന്നു. കാഥോഡ് അഥവാ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം നമ്മൾ എഴുതാൻ പോവുകയാണ്. എങ്ങനെ എഴുതുക? കോപ്പർ 2++2 ഇലക്ട്രോൺസ് gives കോപ്പർ അല്ലെ. ആനോഡിലെയും കാഥോഡിലെയും സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആനോഡിനെ കാഥോഡ് കൊണ്ട് കൂട്ടുക അല്ലെ. ആനോഡിനെ കാഥോഡ് കൊണ്ട് കൂട്ടുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക. ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണമാണ് നടക്കുക. കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നിരോക്സീകരണമാണ്. ഇതും നമ്മൾക്കറിയാം അല്ലെ. നിരോക്സീകരണം, ഓക്സീകരണം. മറന്നു വരുന്ന മക്കളെ, മറന്നു പോകരുത്. ഓരോ മാർക്കിനായിട്ട് ചോദിക്കാറുണ്ട്. ആനോഡിൽ നടക്കുന്നത് ഓക്സീകരണവും കാഥോഡിൽ നടക്കുന്നത് നിരോക്സീകരണവും, അഥവാ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷനും കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷനുമാണ്. ഇനി നമ്മളിത് എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളതല്ലേ മക്കളെ? എന്തു ചെയ്യുക? ഇതിനെ ഈ ഒരു റിയാക്ഷനെ കൊണ്ട് കൂട്ടുക. ദാറ്റ്സ് ഓൾ അല്ലെ. നമുക്ക് തൊട്ടിപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഇതിനെ എഴുതി വെക്കാം. Zn gives Zn 2++2 electrons. Copper 2++2 electrons gives copper അല്ലെ. ഇത് രണ്ടും കൂടി കൂട്ടുക. ഇത് എവിടുന്ന് കിട്ടി സാറേ? ഇത് എവിടുന്നാ കിട്ടിയത്? ഈ 2 സാധനങ്ങളും ഒരുമിച്ച് നമ്മൾ എഴുതി വെക്കുന്നു. അതിനുശേഷം ഇത് കൂട്ടുകയാണ് മക്കളെ. ഇത് കൂട്ടുകയാണ്. കൂട്ടുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. റിഡോക്സ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഇരുവശത്തുമുള്ള ഇലക്ട്രോൺസുകളെ നോക്കുക.
ഇലക്ട്രോൺസുകളെ നോക്കുക. അതായിരിക്കണം നമ്മൾ ആദ്യത്തെ ശ്രദ്ധ. അപ്പൊ നമ്മൾ റിഡോക്സ് എഴുതാൻ പോവാണ്. റിഡോക്സ് അല്ലെ, റിഡോക്സ് എന്ന് എഴുതി വെക്കുന്നു. എന്നിട്ട് നമ്മൾ എഴുതാൻ പോവാണ്. എഴുതുന്നതിന് മുമ്പേ ഒരു നിമിഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 2 ഇലക്ട്രോൺസ് വരുന്നു, ഇവിടെയും 2 ഇലക്ട്രോൺസ് വരുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഇലക്ട്രോൺസിന്റെ മുകളിലേക്ക് അയക്കണം. 2 വശത്തും ഇലക്ട്രോൺസുകളുടെ എണ്ണം ഈക്വൽ ആണ്. അതിനാൽ തന്നെ എന്താണ് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. 2 ഇലക്ട്രോൺസുകൾ തുല്യമായി വന്നാൽ വെട്ടുക. അപ്പൊ നിങ്ങൾ മനസ്സിലൊരു ചോദ്യം വരും, തുല്യമായിട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും സാറേ? അതാണ് നമ്മൾ പാർട്ട് 2 വരാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ഇലക്ട്രോൺസുകളുടെ എണ്ണം തുല്യമായി വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റിഡോക്സ് പതുക്കെ എഴുതാൻ തുടങ്ങുകയാണ്. നോക്കൂ മക്കളെ, സിങ്കിനെ ആദ്യം നിങ്ങൾ ആരോക്ക് ഇപ്പുറത്തുള്ളത് കൂട്ടുക അല്ലെ. ഇവിടെ ഒരു ആരോ ഉണ്ട്, ഇവിടെയും ആരോ ഉണ്ട്. ഈ ആരോയുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് കൂട്ടുക. അത് കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം ആരോയുടെ റൈറ്റ് സൈഡിലുള്ളത് കൂട്ടുക. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കാം. സിങ്കും കോപ്പറും ഉണ്ടല്ലേ. സിങ്കിനെ കോപ്പർ 2+ കൊണ്ട് കൂട്ടുക അല്ലെ. ഈ സിങ്കിനെ ഈ കോപ്പർ 2+ കൊണ്ട് കൂട്ടുക. സിങ്ക് പ്ലസ് കോപ്പർ 2+. കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ സർ. ഒന്നുകൂടി വ്യക്തമാക്കാനോ? ഒന്നുമില്ലടാ. സിങ്കിന് പകരം എ ആണെന്ന് വിചാരിക്കുക. സിങ്കിന് പകരം എ, കോപ്പർ 2+ന് പകരം ബി ആണെന്ന് വിചാരിക്കാം. റിഡോക്സ് എഴുതാൻ പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുകയാണ്. കൂട്ടുമ്പോ എങ്ങനെ വരിക? ഈ എ ബി കൊണ്ട് കൂട്ടുക. അതായത് എ കൂട്ടണം ബി. ഇതാണ് രഹസ്യം. ഇങ്ങനെ കൂട്ടാൻ പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് എഴുതുക. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ എഴുതി, അതിനുശേഷം ആരോ ഇട്ടു. ഇനി ആരോക്ക് അപ്പുറത്തുള്ളതാണ് എഴുതാൻ പോകുന്നത്. ആരോക്ക് അപ്പുറത്ത് ആരൊക്കെയുള്ള മക്കളെ? Zn2+ ഉണ്ട്, അതേപോലെ തന്നെ കോപ്പറും ഉണ്ട് അല്ലെ. കൂട്ടിക്കോളേ, Zn2+ പ്ലസ് കോപ്പർ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് റിഡോക്സ്. നമ്മൾ പഠിച്ചോ? അപ്പൊ ഏതൊരു റിഡോക്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആനോഡിലെ റിയാക്ഷൻസും കിട്ടണം, കാഥോഡിലെ റിയാക്ഷൻസും കിട്ടണം. അഥവാ ഓക്സിഡേഷൻ റിഡക്ഷൻ അഥവാ ഓക്സീകരണം നിരോക്സീകരണം ഇത് കിട്ടണം. അതിനുശേഷം അത് തമ്മിൽ കൂട്ടാൻ പോവാണ്. കൂട്ടുന്ന സമയത്ത് ഇലക്ട്രോൺസുകൾ തുല്യമാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്തതിന് ശേഷം നിരത്തി അങ്ങോട്ട് കൂട്ടുക. കൂട്ടുമ്പോൾ ആദ്യം ആരോക്ക് അപ്പുറത്തുള്ളത് കൂട്ടുക, ആദ്യം ആരോക്ക് ഇപ്പുറത്തുള്ളത് തമ്മിൽ കൂട്ടുക, അതിനുശേഷം ആരോക്ക് അപ്പുറത്തുള്ളത് തമ്മിൽ കൂട്ടുക. അടിയിലൂടെ വരുന്ന ഉത്തരം എന്തായിരിക്കും? റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? വളരെ രസകരമായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? റിഡോക്സ് റിയാക്ഷൻ പഠിച്ചു. ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കെമിസ്ട്രിയിലെ നുറുങ്ങ ഷോർട്ട് കട്ടുകളും അതേപോലെ തന്നെ ഏതാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത് അത് വളരെ സിമ്പിളായിട്ട് നല്ല കോഴിക്കോടൻ അലുവ പോലെ നിങ്ങളെ പരീക്ഷയെ സഹായിക്കുന്ന തരത്തിൽ പഠിപ്പിച്ചു തരാൻ ഏകനുണ്ട്. മറക്കരുത്, ഇന്ന് കൃത്യം 7:30 നമ്മുടെ ലൈവ് ഉണ്ട്. നിങ്ങളെ കൂട്ടുകാരന്മാരെയും അതേപോലെ തന്നെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് കൃത്യസമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ലൈവ് ക്ലാസ്സിലെത്തുക. അപ്പോൾ അവിടെ വെച്ച് കാണാം. ഗുഡ് ബൈ.